ഹലോ, നമസ്കാരം ഗായ്സ്. തിപ്പല്ലി ഇല്ലാത്ത ഔഷധക്കൂട്ടില്ല. കിലോക്ക് വിപണിയിൽ 1200 രൂപ വിലയുള്ളൊരു ഇതും കൂടിയാണ്. കുരുമുളകിന് പകരക്കാരനുമാണ്. കുരുമുളകിൻ്റെ 10 ഇരട്ടി എരിവും രുചിയുമുള്ള ഒരു സാധനം കൂടിയാണ് ഇത്. ഗ്രോ ബാഗിലും നിലത്തും നടാൻ പറ്റിയൊരു ഐറ്റവുമാണ് ഇത്. വലിയ കെയറില്ലാതെ വളർത്താൻ പറ്റിയൊരു സസ്യവുമാണ് ഇത്. വിപണിയിൽ 1200 രൂപ വരെ വിലയുള്ളൊരു സസ്യവുമാണ്. വലിയ പരിപാലനവും കാര്യങ്ങളൊന്നും വേണ്ട. ഇതാണ് തിപ്പല്ലി. ശേഷം ഇത് പഴുത്ത് ഇതുപോലെ പാകമായാൽ പറിച്ചെടുക്കുക, 2 വെയിൽ കൊള്ളുക, വിപണിയിലെത്തിക്കുക. കുരുമുളകിനെ പോലെ യാതൊരു വലിയ കഷ്ടപ്പാടും കാര്യങ്ങളൊന്നുമില്ല. സിമ്പിളായി ചെയ്യാൻ പറ്റുന്നൊരു കൃഷിയാണ്. എവിടെയും നടാം. ഇത് നിറയെ കായ്ക്കും. ഏത് കാലാവസ്ഥയിലും കായ്ക്കും ഇത്. നമ്മൾ ഇതുപോലെയുള്ള പുതിയ വിപണി സാധ്യതയുള്ള കൃഷികൾ മാറ്റി ചെയ്യണം. എന്നാലേ നമ്മുടെ കർഷകർക്ക് നല്ലൊരു വിജയം കൊയ്യാൻ പറ്റുകയുള്ളൂ. അതിന് പറ്റിയൊരു സസ്യമാണ് ഇത്, തിപ്പല്ലി. കണ്ടോ, ഇവ നിറയെ കായ് പറിച്ചു കഴിഞ്ഞതാണ്. ഇപ്പം ഇനി പഴുത്തിരിക്കുന്നു. ഏത് കാലാവസ്ഥയിലും പറിക്കാം ഇത്. ഏത് കാലാവസ്ഥയിലും എപ്പോഴും കായ് പറിച്ചു കൊണ്ടേയിരിക്കുക. കാരണം ഒരു വട്ടം ഒരു സൈഡിൽ കായ് പറിക്കുമ്പോൾ ഒരു സൈഡിൽ പൂവിട്ട് കൊണ്ടേയിരിക്കും. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. നമ്മുടെ അടുത്തൊരു സ്ഥലങ്ങളിലുണ്ട്. ഈ നഴ്സറിയിലും ഇതിൻ്റെ തൈ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. എല്ലാവരും ഇത് കാണുകയാണ്. ഒരു തൈയെങ്കിലും വാങ്ങി നടുക. അവനവൻ്റെ വീട്ടിലുണ്ടാകുന്ന ചുമക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം കടിച്ചാൽ തന്നെ ചുമ പെട്ടെന്ന് മാറിക്കിട്ടും. അത്രയും ഇതാണ്. നമ്മൾ വാങ്ങുന്ന ഇംഗ്ലീഷ് മെഡിസിനിലൊക്കെ ആയുർവേദത്തിലൊക്കെ ഈ തിപ്പല്ലിൻ്റെ ഒരു അംശമുണ്ട്. അപ്പോൾ എല്ലാവിധ മരുന്നിനും രോഗത്തിനും ഒരു പ്രതികാരമുള്ളൊരു സാധനമാണ് ഈ സാധനം, തിപ്പല്ലി. അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള വെറൈറ്റി കൃഷികൾ ചെയ്ത് പരിപാലിക്കുക. ഓക്കെ, നമസ്കാരം.